കോഴിക്കോട് ജില്ലയിലെ വിദ്യാവനം പദ്ധതി പ്രകൃതിയെ അറിയുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വനത്തിൻ്റെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിലേക്ക് പഠനയാത്രകൾ ചെയ്യാറുണ്ട്. വൃക്ഷങ്ങളും വനങ്ങളും പരിസ്ഥിതിക്ക് നൽകുന്ന സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനും വനങ്ങളെ അടുത്തറിയുന്നതിനും ഇത്തരം യാത്രകൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഇപ്പോൾ കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവത്കരണ വിഭാഗങ്ങൾക്ക് കീഴിൽ വിദ്യാവനം പദ്ധതിയിലൂടെ കാനന ഭംഗി ആസ്വദിക്കാൻ വിദ്യാലയങ്ങളിൽ തന്നെ കൊച്ചുവനങ്ങൾ തയ്യാറാകും. വനം വകുപ്പിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ നമ്മുടെ വിദ്യാലയങ്ങളിലെ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വനങ്ങളുടെ കൊച്ചു മാതൃകകൾ വിദ്യാലയങ്ങളിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന 6 വിദ്യാവനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചക്കാലക്കൽ HSS മടവൂർ, TSG VHSS പയ്യോളി, GMUPS പൂനൂർ, നടുവണ്ണൂർ HSS വാകയാട് എന്നീ 4 വിദ്യാലയങ്ങളും, തുടർന്ന് CMM-HSS തലക്കുളത്തൂർ, ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ വേനപ്പാറ എന്നീ വിദ്യാലയങ്ങളും കോഴിക്കോട് ജില്ലയിലെ വിദ്യാവനം പദ്ധതിയിൽ പങ്കാളികളായി. ഒരു ചെറുവനത്തിൻ്റെ മാതൃകയിൽ വിദ്യാലയങ്ങളിൽ തയ്യാറാക്കുന്ന ഹരിത സങ്കേതങ്ങളാണ് വിദ്യാവനങ്ങൾ. നമ്മുടെ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതിയോട് ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് വനം വകുപ്പ് മേൽ പദ്ധതി രൂപീകരിച്ചത്. ഫോറസ്ട്രി ക്ലബിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് മേൽ പദ്ധതി നടപ്പിലാക്കുന്നത്. കുറഞ്ഞത് 5 സെന്റ് സ്ഥലത്ത് മികച്ച പരിചരണം നൽകി 1 വർഷം പ്രായമായ വലിയ തൈകൾ അതിസാന്ദ്രമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചാണ് വിദ്യാവനം തയ്യാറാക്കുന്നത്. ഇത് ഒരു ചെറുവനത്തിൻ്റെ മാതൃകയായിരിക്കും.
വനത്തിലുള്ളതുപോലെ വലിയ വൃക്ഷങ്ങൾ, ചെറുവൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയൊക്കെ അതിസാന്ദ്രമായ രീതിയിൽ നട്ടുപിടിപ്പിച്ച് വിവിധ മേലാപ്പുകളുള്ള ഒരു വനത്തിൻ്റെ മാതൃക ആക്കിയെടുക്കും. ചെടികൾ നട്ടുകഴിഞ്ഞാൽ വളം നൽകിയും നനച്ചുകൊടുത്തും മികച്ച പരിചരണം നൽകുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വിദ്യാവനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരു വനത്തിൻ്റെ അനുഭവം വിദ്യാലയങ്ങളിൽ തന്നെ അനുഭവവേദ്യമാകും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വിദ്യാവനങ്ങൾ വിദ്യാലയത്തിൻ്റെ ഹരിതഭംഗി കൂട്ടുന്നു, പക്ഷികൾക്കും പൂമ്പാറ്റകൾക്കും അഭയമാകുന്നു, പരിസരത്തെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു. എല്ലാറ്റിലുമുപരി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും സഹായകമാകുന്നു. മൂലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാണ്ട് 8 സെൻറ്റോളം സ്ഥലത്ത് നിർമ്മിച്ച വിദ്യാവനം ഒരു 60 ഇനത്തിൽപ്പെട്ട സസ്യങ്ങൾ ഈ വിദ്യാവനത്തിലുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. അതുപോലെ ഒരു സൗഹൃദ തടാകമുണ്ട് ജലസസ്യങ്ങളെ വളർത്താനും മത്സ്യങ്ങളൊക്കെ വളർത്താനും വേണ്ടി. പിന്നെ കുട്ടികൾക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള അവബോധം അവർക്ക് ക്ലാസ് എടുക്കാതെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ കഴിയുന്നത്ര സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന 1200ഓളം കുട്ടികൾ ഒരു യു പി സ്കൂളിൽ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണിത്. അതിൻ്റെ അകത്ത് ഇത്രയും സ്ഥലത്ത് പിന്നെ പലതര സസ്യങ്ങളും വെച്ച് കുട്ടികൾക്ക് വന്ന് ചെറിയൊരു ക്ലാസ് റൂം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. പ്രകൃതി തന്നെ ക്ലാസ് റൂം ആകുന്ന രീതിയിൽ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ മീറ്റിങ്ങുകളൊക്കെ ഇവിടെ തന്നെയാണ് വിദ്യാഭ്യാസത്തിലാണ് നമ്മൾ കൂടുന്നത്. വൈകാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബ്ബ് 2022-23 വർഷത്തിൽ തുടങ്ങിയത്. കോഴിക്കോട് ജില്ലാ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വകയായിട്ടാണ് ഇവിടെ ഈ സംരംഭം തുടങ്ങിയത്. 40ഓളം കുട്ടികൾ ഈ ഫോറസ്ട്രി ക്ലബ്ബിൽ അംഗമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ വിദ്യാവനം പദ്ധതിയെപ്പറ്റി സോഷ്യൽ ഫോറസ്ട്രി അറിയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ ഈ ഒരു വിദ്യാവനം പദ്ധതി ഏകദേശം ഒരു 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ പദ്ധതി ഞങ്ങൾ നടത്തിയിരിക്കുന്നത്.
സോഷ്യൽ ഫോറസ്ട്രി നമുക്ക് ഫോറസ്ട്രി ക്ലബ്ബ് അനുവദിച്ചു തന്നത്. ഇത് ഞാവൽ, സീതപ്പഴം, ആത്ത, പിന്നെ മഞ്ചാടി, പിന്നെ നാടലോടകം, പിന്നെ വേപ്പ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്യാലയത്തിൽ ഒരു മിനിമം 5 സെൻറ്റെങ്കിലും വരുന്ന സ്ഥലത്ത് വനത്തിൻ്റെ ഒരു മാതൃക വെച്ചുണ്ടാക്കുക എന്നാണ്. വനം വകുപ്പിൻ്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗവുമായി ചേർന്ന് വേലപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ അങ്കണത്തിൽ വിദ്യാവനം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. പദ്ധതി പ്രകാരം കഴിഞ്ഞ മെയ് മാസം അവസാനം 150ഓളം വൃക്ഷത്തൈകൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിനകത്ത് വിദ്യാർത്ഥികളിൽ കാർഷിക ആഭിമുഖ്യവും പ്രകൃതിയോടുള്ള ആഭിമുഖ്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാവനം പദ്ധതി കിട്ടിയതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. വനം വകുപ്പിൻ്റെ അധികാരികൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കൂടുതൽ വിദ്യാലയങ്ങൾ ഈ പദ്ധതിയിൽ പങ്കാളികളാവേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ മികച്ച മാതൃകകൾ ഇനിയും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ പദ്ധതിയിലേക്ക് പങ്കാളികളാകാൻ എല്ലാ വിദ്യാലയങ്ങളെയും വനം വകുപ്പ് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത പഠനയാത്ര നിങ്ങളുടെ വിദ്യാവനങ്ങളിലേക്കാവട്ടെ.